അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നോമ്പൊക്കെ ആയിട്ട് സുഖമല്ലേ എല്ലാവർക്കും? കുറച്ച് ദിവസമായിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ വീഡിയോസ് ഒന്നും കാണാത്തതെന്ന്. അങ്ങനെ കൂടെ കൂടെ വീഡിയോസ് ഇടുന്ന ഒരാളല്ല ഞാൻ, എന്നാലും ഇപ്പം വീഡിയോസ് വലിയ കുഴപ്പമില്ല എന്ന് ഇടണേ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോസ് ഇടാത്തത് ഞാൻ നാട്ടിലില്ല, ചൈനയിലായിപ്പോയി. അപ്പോൾ ചൈനയിലെ ആ ഒരു യാത്രകൾ, ട്രാവലിംഗ് വീഡിയോ ഇട്ടൂടെ എന്ന് ചോദിക്കും. പക്ഷെ അത്ര വീഡിയോസ് എത്ര പേർക്ക് ഇഷ്ടാവും എന്നറിയില്ല. ചിലർക്ക് ബോറടിച്ചാലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ബോറടിക്കുന്നവരും ഉണ്ടാവും, ബോറടിക്കാത്തവരും ഉണ്ടാവും. ട്രാവലിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കാണണം, പ്രത്യേകിച്ച് ചൈനയിലെ വിശേഷങ്ങൾ. അതുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചൈന വിശേഷങ്ങൾ ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഇഷ്ടമായി എന്ന് തന്നെ പറയണം കേട്ടോ. ബോറടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സോറി. ഹോങ്കോങ്ങിലെ വിശേഷങ്ങളാണിത്. ആദ്യം തന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കുറച്ച് നന്നായിട്ട് എടുക്കുമായിരുന്നു വീഡിയോസ്. നമ്മളെ കൂടെ പലപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ആണുങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അവരെ മുമ്പ് ചിലപ്പോഴൊക്കെ നമുക്ക് ഫോണും വീഡിയോ ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യലെല്ലാം ആയിട്ട് ഒരു മടിയായിരിക്കുമല്ലോ ഉണ്ടാകുക. അതുകൊണ്ട് പലപ്പോഴും എനിക്ക് നന്നായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും നല്ല വീഡിയോസും ഇതിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹോങ്കോങ് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലുണ്ടാകുക ബ്രാൻഡുകളുടെ ഒരു ലോകം, അങ്ങനെയാണ് തോന്നാറ്. ഹോങ്കോങ് ആയാലും ചൈന ആയാലും ഒക്കെ. എന്നാലും ഹോങ്കോങ് ഫുൾ ബ്രാൻഡുകൾ മാത്രമേ കാണുള്ളൂ. ആ ഒരു പ്രത്യേകതയാണ് എപ്പോഴും ഹോങ്കോങ്ങിനെ പറ്റി ചോദിക്കുമ്പോൾ. ഒരു അമേസിങ് സിറ്റി, മാഷാ അല്ലാഹ്. അത്രമാത്രം കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഹോങ്കോങ്ങിലെ ഈ ഒരു ബ്രിഡ്ജാണ്. ഇതൊരു പുതിയ ബ്രിഡ്ജാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്, കടലിലുള്ള ഈ ഒരു ബ്രിഡ്ജ്. ഇതൊരു അത്ഭുതം തന്നെയാണ്. നമ്മളെ കൂടെയുള്ള ഒരാൾ പറഞ്ഞത് 45 കിലോമീറ്റർ എന്തോ ഉണ്ടെന്നാണ്. ഇത്തരം ബ്രിഡ്ജുകളെ പറ്റി നമ്മൾ പലപ്പോഴും പല വീഡിയോസിലും കേൾക്കുകയൊക്കെ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ബ്രിഡ്ജ് 45 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത് കടലിലിങ്ങനെ കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇതൊക്കെ ഇതിൻ്റെതായ നല്ല തനത് ഭംഗിയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമമുള്ളത്. എന്താണെന്ന് വെച്ചാൽ ബസ്സിലോ അല്ലെങ്കിൽ കാറിലൊക്കെ പോകുമ്പോഴാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഫോണിൻ്റെ ഒരു റിഫ്ലക്ഷന് പലപ്പോഴും വീഡിയോയിൽ വരുന്നത്. ഇത് ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവിലേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ കാര്യമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ ആർട്ടിഫിഷ്യലായി കാണുന്ന പല ഫ്ലവേഴ്സും ഒറിജിനലായിട്ട് കാണുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. ഇത്രയും തണുപ്പത്തും ഇത്രയും ഹെൽത്തി ആയിട്ട് ഫ്ലവേഴ്സ് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം.
പിന്നെ മെയിനായിട്ടുള്ള വിഷയം ചൈനയാവുമ്പോൾ ഫുഡ് തന്നെയാണ്. കുറച്ച് കപ്പ് നൂഡിൽസും പിന്നെ കുറച്ച് MRAയിലെ സ്നാക്സൊക്കെ കയ്യിലുള്ളത് കൊണ്ട് ചില സമയങ്ങളൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നല്ല ഫുഡ് കിട്ടുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. പണ്ടൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു ചൈനയിൽ നിന്ന് ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഹലാൽ ഫുഡ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അത്രയും നല്ല ഫുഡുകളാണ് കിട്ടുന്നത്. അത്രയും മാറിപ്പോയി. എൻ്റെ ഹസ്ബൻഡ് 28 വർഷത്തോളമായിട്ട് ചൈനയിൽ ബിസിനസ്സുള്ള ആളാണ്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ മാഷാ അല്ലാഹ് അത്രയും മാറ്റങ്ങൾ വന്നു. ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നതുകൊണ്ടും പിന്നെ നമ്മളെ നാട്ടിലുള്ള ആളുകൾ ഇഷ്ടംപോലെ അവിടെ ബിസിനസ്സിന് പോകുന്നത് കൊണ്ടും പിന്നെ എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരുന്നൊരു സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കുള്ള ഫുഡ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. എല്ലാ സ്റ്റൈൽ ഫുഡുകളും കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് ദൂരത്തായിരിക്കും. ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. എന്നാൽ അവിടത്തേക്കായിട്ട് പോകാനൊക്കെ ഈ ബിസിനസ്സിൻ്റെ എല്ലാം തിരക്കിൽ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസൊക്കെ കയ്യിലുണ്ടാവും. എല്ലാ സാധനങ്ങളും അരി മുതൽ പരിപ്പ് മുതൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ടാവും എല്ലാവരുടെ. അപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കും. അല്ലാത്ത സമയത്ത് പുറത്ത് പോയി കഴിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നല്ല നല്ല അറബിക് ഫുഡുകളും നല്ല നല്ല ഷവർമ സ്പോട്ടുകളും ഒക്കെ ആയിട്ട് ഉണ്ട്. പിന്നെ നമ്മളെ പല പരിചയമുള്ള വേണ്ടപ്പെട്ട കുട്ടികളും ചെറിയ ചെറിയ ബിസിനസ് എല്ലാം റെസ്റ്റോറൻറ്റ് മേഖലകളിലുണ്ട്. ഇത് ചൈനയിലൊരു ഫർണിച്ചർ മാർക്കറ്റ് പോയ ഒരു ടൈമിലെടുത്തതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചൈനയിൽ പോയപ്പോൾ കൂടുതലുള്ള പലരും ചോദിച്ചു പല സ്ഥലങ്ങളും കാണണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് മാർക്കറ്റ് കാണുക എന്നതാണ്. മാർക്കറ്റിൽ പോയി പല സാധനങ്ങളും കാണുക എന്ന് പറയുന്ന ഒരു ഭയങ്കര രസമല്ലേ. നമുക്ക് ഫർണിച്ചർ ആയാലും ഇപ്പോൾ കിച്ചൺ ഐറ്റംസ് ആയാലും മറ്റുള്ളതായാലും ഒക്കെ. പിന്നെ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് അത്രയും ഓപ്ഷൻ ഉണ്ട്. അത്രയും ടേസ്റ്റുള്ള ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ, ഹലാൽ പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയിട്ട് കഴിക്കും. അപ്പോഴൊക്കെ ഈ ചെറിയ ചെറിയ ചട്ടികളിലൊക്കെ ഓറഞ്ച് കായ്ച്ച് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഒരു രസമാണ്. പ്രത്യേകിച്ച് ചെറിയ ചൈനീസ് ഓറഞ്ചില്ലേ, ചെറിയ ഓറഞ്ച്, അതൊക്കെ കോഫി ടേബിളിൽ വരെ നമ്മൾ മണി പ്ലാന്റ്സൊക്കെ ഇട്ട് വെച്ച പോലെയാണ് ഓറഞ്ചിൻ്റെ ചെറിയ ചെറിയ ചെടികൾ ചെറിയ പോട്ടുകളിലുള്ളത്. അപ്പോൾ അതിലൊക്കെ ഓറഞ്ച് കഴിച്ച് നിന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ ഒരു ഫുഡ് കിട്ടും, ഷിൻജിയാനി ഫുഡ്. അതും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് അത് പറഞ്ഞാൽ തീരില്ല. ഒരത്ഭുതപ്പെടുത്തുന്നൊരു ആംബിയൻസും ടേസ്റ്റുമാണ്. ഇങ്ങനെ ഒരു മെനു കണ്ടപ്പം തന്നെ നമ്മളൊന്ന് ഞെട്ടും. കാരണം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ഫുഡ്, പക്ഷേ അതിനേക്കാളും ഭയങ്കര ടേസ്റ്റിലാണ്. കാരണം തണുപ്പുള്ള രാജ്യങ്ങളിലെ മട്ടൻക്ക് ടേസ്റ്റ് കൂടും. അതുപോലെ ഫിഷ് ആയാലൊക്കെ ഭയങ്കര ഫ്രഷ്നെസ്സും ഭയങ്കര ടേസ്റ്റുമുള്ള ഫിഷാണ് കിട്ടുന്നത്. ചിക്കൻ ആയാലും എല്ലാം ടേസ്റ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് മട്ടൻ്റെ ഐറ്റംസ്, മട്ടനിൽ എന്തുണ്ടാക്കി കഴിഞ്ഞാലും ആ മട്ടൻക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് കഴിക്കുന്ന മന്തിക്ക് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ചൈനയാണ് ഫുഡ് കിട്ടാൻ നല്ല പ്രയാസം തന്നെയാണ്. ഫുഡ് കിട്ടുന്ന ചില സ്പോട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ശരിയായ യമനി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് നല്ല ഒതൻറ്റിക് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു മെയ് ഫ്ലവർ, പല എന്തൊക്കെയോ പേര് പറയുന്നുണ്ട് ഈ ഒരു ഫ്ലവർ. അപ്പോൾ അതൊരു ഭയങ്കര കാഴ്ചയായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം ഈ ഒരു ഫ്ലവേഴ്സ്. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക, ഈ ചെടികളിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ, ഇതൊക്കെ ഒരു ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്ത്
ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് ഇങ്ങനെ പൂക്കൾ മാത്രം കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല റഷായിരുന്നു ഈ ഒരു പാർക്കിൽ. എന്താണെന്ന് വെച്ചാൽ ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞ സമയമായിരുന്നു. ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസം സ്കൂൾ തുറക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. അത്രയും ക്രൗഡാണ് അവിടെ. അപ്പോൾ ചൈനീസിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് അവർ റീൽസ് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഇതൊരു റിവറിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഈ റിവറിൻ്റെ സൈഡിൽ അങ്ങേ അറ്റം വരെ ഈ പൂക്കൾ കാണുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ എല്ലാത്തിനും നമ്മളെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. നമ്മളെ ഫ്രണ്ട്സെന്നോ നമ്മളെ ബ്രദേഴ്സെന്നോ എന്താ പറയുക. ഇവർ 2 പേര് നമ്മളെ ചങ്കമാർ കുറേ പേരുണ്ട്. എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതാണൊരു വിഷമം. ഇതൊരു പുതിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു, ഒരു അറബിക് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ പോയി നോമ്പൊക്കെ തുറന്നു. മാഷാ അല്ലാ, അടിപൊളി ഫുഡായിരുന്നു. നല്ല നല്ല ബ്രെഡുകളും എല്ലാം ഉണ്ടായിരുന്നു. പൂക്കളുടെ ഭംഗി കണ്ടാലും മതി വരാത്തത്. പ്രത്യേകിച്ച് തുലിപ്പൂക്കൾ. എല്ലാ പൂക്കളും കാണുമ്പോൾ നമുക്ക് അത്രയും രസം തന്നെ. എന്നാൽ തുലിപ്പൂക്കൾ എന്താ പറയുക, റോഡ് സൈഡുകളിലും അല്ലാതെയൊക്കെ തുലിപ്പൂക്കൾ കാണുമ്പോൾ ഭയങ്കര ഒരു രസം. പല വെറൈറ്റി കളേഴ്സിലുള്ള തുലിപ്പൂക്കൾ. മാഷാ അല്ലാ. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്ട്രോബെറി ഫാമിലേക്ക് പോയി. ഈ സ്ട്രോബെറി ആണെങ്കിൽ കുറേ സ്ട്രോബെറി ഒക്കെ പറിച്ചു. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവിടെ നല്ല ബേർഡ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്. ഇപ്പോൾ നോമ്പ് സമയമാണല്ലോ, അപ്പോൾ നമുക്ക് പറിച്ച ഉടനെ കഴിക്കാൻ പറ്റൂല. പറിക്കുന്തോറും കഴിക്കുന്നതാണ് ഒരു രസം. കുറേ കളേഴ്സിലാണുള്ളത്. ഇങ്ങനത്തെ കളറുണ്ട്, വേറെ കളേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് പറിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു രസമായിരിക്കുമല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ. ഇതിൻ്റെ കളറും ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ടേസ്റ്റും എല്ലാം ഡിഫറെൻറ്റാണ്. ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ എത്ര പറിച്ച് അങ്ങനെ വെയിറ്റൊക്കെ എടുത്ത് നമുക്ക് എത്രയും വീട്ടിലേക്ക് കൊണ്ടുപോകാം. പിന്നെ ഇത് ചൈനീസ് നാരങ്ങ. ഇതാണ് പറഞ്ഞത്, അത്രയും ചെറിയ ചട്ടികളിൽ വരെ ഉണ്ടാവും എന്നുള്ള. ഇതാ ചെറിയ ചട്ടികളിൽ കണ്ടുന്നില്ലേ. പിന്നെ നമ്മളെന്തായാലും ലേഡീസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഷോപ്പിങ്ങിൻ്റെ ഒരു ചെറിയ ഭാഗം. കാരണം എല്ലാ ഷോപ്പിൽ നിന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റിയൊന്നുമില്ല. പക്ഷേ ഡിഫറെൻറ്റ് പാത്രങ്ങളാണ് ഇതൊക്കെ. ഇത് സാധാരണ നമ്മൾ ദുബായിൽ നിന്നും എല്ലാം കാണുന്ന പോലത്തത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഇതുവരെ കാണാത്ത പല വെറൈറ്റി പാത്രങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പാത്രങ്ങളുടെ ഒരു ലോകമാണ്. പല നല്ല ക്വാളിറ്റിയുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളായാലും മറ്റു പാത്രങ്ങളായാലും ഒക്കെ ഇത്രയും ക്വാളിറ്റിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾക്ക്
കൂടി നമ്മൾ നോക്കിപ്പോവും. അത്രയും നല്ല സാധനങ്ങളാണ്. ചില പാത്രങ്ങൾ നമുക്ക് തൊടുമ്പം തന്നെ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെ കുറച്ചൊക്കെ എടുത്തു സാധനങ്ങളൊക്കെ. എന്നിട്ട് പിന്നെ ഓരോ ദിവസത്തെ വീഡിയോസാണ് ഇത്, ഓരോ ദിവസമുള്ള വീഡിയോസാണ്. പിന്നെ വീണ്ടും പുറത്തൊക്കെ കറങ്ങലായി. എത്ര കണ്ടാലും തീരില്ല, ഒരു വർഷം എടുത്താലും തീരില്ല, അത്രമാത്രം കാണാനുണ്ട് ചൈന. ചൈന എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ലോകമാണ്.